അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഒരു വലിയ 4 നില വീട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മാൻഷൻ അങ്ങനെ പറയുന്നതാവും ശരി എന്നവൾക്ക് തോന്നി. അത്രയും വലിയൊരു ബംഗ്ലാവിലേക്കാണ് അവൻ അവളെ കൊണ്ടുവന്നിരിക്കുന്നത്. പുലിക്കാട്ടിലെന്ന് സ്വർണ്ണ ലിപിയിലെ പേര് കണ്ടതും അച്ചു ഒന്ന് വിറച്ചു തുള്ളിപ്പോയി. കാരണം ആ വീട്ടുപേര് അവൾക്ക് ഡെറി പറഞ്ഞുകൊടുത്ത് നന്നായി അറിയാം. ഇവിടെ നിന്നും മുൻപ് അവിടെ വന്നവരെ ഒക്കെ അവൾ ഒന്ന് ഓർത്തു. കൂട്ടത്തിലെ ഏലിയാമ്മയോട് കൂടുതൽ ഭയം തോന്നിപ്പോയി അവൾക്ക്. അച്ചു പേടിയോടെ ഡെവിയെ നോക്കി. അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പക, പുച്ഛം അതെല്ലാം അവൾ അസ്വസ്ഥതയോടെ നോക്കിക്കണ്ടു. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൻ തന്റെ കാറിന്റെ ഹോൺ നീട്ടിയടിച്ചു. സെക്യൂരിറ്റി പേടിയോടെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ആരൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടതും അച്ചുവിന്റെ കണ്ണുകൾ പിടഞ്ഞു. അരികിലിരിക്കുന്നവനെ അവൾ ഒന്ന് പകച്ചു നോക്കി. ഇപ്പോഴും നിർത്താതെ ഹോൺ നീട്ടി അടിച്ചുകൊണ്ടിരിക്കുവാണവൻ. കൂസലേതുമില്ലാത്ത അവന്റെ ഭാവം അവളിൽ വിറയൽ തീർത്തു. ഡെവിയുടെ കാറാണെന്ന് തിരിച്ചറിഞ്ഞതും എല്ലാവരുടെ മുഖവും തെളിഞ്ഞു. അവൻ ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വന്നിട്ട് തന്നെ വർഷങ്ങളായിരുന്നു. ഏലിക്കുട്ടി സന്തോഷത്തോടെ കാറിനരികിലേക്ക് പാഞ്ഞു വന്നു. അവരെ കണ്ടതും പുച്ഛത്തോടെ അവൻ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. മോനെ ഡെവി, കേറി വാടാ മക്കളെ. വല്യമ്മച്ചി എത്ര നാളെ എന്റെ കൊച്ചിനെ ഒന്ന് മര്യാദയ്ക്ക് കണ്ടിട്ട്. പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അവനെ നോക്കിയ അവരുടെ മിഴികൾ അവൻ അരികിൽ പതുങ്ങിയിരിക്കുന്നവളെ കണ്ടതും മാറി. റോസി അവർക്ക് അരികിലേക്ക് പോകണോ വേണ്ടയോ എന്ന പോലെ മടിച്ചു നിൽക്കുവാണ്. വേറെ ആരും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പെണ്ണിനെ നീ ഇതുവരെ പറഞ്ഞു വിട്ടില്ലേ ഡെവി? എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് വേഗം ഒഴിവാക്കാൻ നോക്കിയതിന്. മക്കൾക്ക് നമ്മുടെ ഇടവകയിലെ കുര്യച്ചന്റെ മോളുടെ ആലോചന വന്നിരുന്നു. ഞാൻ അവർക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു. എനിക്കറിയാമായിരുന്നു നീ പിണക്കമൊക്കെ മാറി തിരികെ വരുമെന്ന്. ഡെറി നിന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞായിരുന്നില്ലേ ഇവിടത്തെ രാജാവ്? എല്ലാം ആ ആണും പെണ്ണും കെട്ടവൻ നശിപ്പിച്ചു. ഏലിയാമ്മ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞതും ഡെവിയിൽ പുച്ഛം നിറഞ്ഞു. നീ കേറി വാ ഡെവി, നല്ല മട്ടൻ ഉലർത്തിയതും കള്ളപ്പൂവും ഉണ്ട്. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്നതാണ്. സൂസി, അത് വേണ്ട, വിട്ടേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ കാരണം എന്റെ ചെറുക്കന്റെ മനസ്സ് വേദനിച്ചാൽ ഉറപ്പായിട്ടും വെറുതെ വിടില്ല ഞാൻ. ഓർമ്മയിലിരിക്കട്ടെ, എനിക്ക് വേറെ ബന്ധങ്ങളൊന്നും ആവശ്യമില്ല, അതിന് നിങ്ങളായാലും വേറെ ആരായാലും. അവരെ വാൺ ചെയ്തുകൊണ്ട് അവൻ കാറ്റുപോലെ തന്റെ വണ്ടി തിരികെ പറപ്പിച്ചു. അവന്റെ വാക്കുകൾ തീർത്ത ഉള്ളിലെ രോഷമടക്കി ഏലിക്കുട്ടി ആ കാഴ്ച നോക്കി നിന്നു. വിറയലോടെ അച്ചു മരവിച്ചിരുന്നു. അവൾക്ക് ശരിക്കും ശ്വാസം പോലും നേരെ വീണില്ല. തിരികെ മാൻഷൻ എത്തിയപ്പോഴാണ് അച്ചുവിന് തന്റെ ശ്വാസം നേരെ വീണത്. അവരുടെ ഇടയിലേക്ക് തന്നെ കൊണ്ടുപോയത് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അവരുടെ വാക്കുകൾ അവളെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു. പട്ടിയെ പൂച്ചയെ പോലെ തന്നെ ഉപേക്ഷിച്ചു കളയാൻ പറഞ്ഞവരോട് അവൾക്കുള്ളിന്റെ ഉള്ളിൽ വെറുപ്പ് തോന്നി. ഒരു നാൾ ഈ ഒരുവൻ തന്നെ ഉപേക്ഷിച്ചു കളയും എന്ന് തന്നെ ആ പാവം വിശ്വസിച്ചു. അത്ര നേരം ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും എല്ലാം അവളിൽ നിന്നും പടിയിറങ്ങി പോയിരുന്നു. അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അച്ചു വീടിനുള്ളിലേക്ക് നടന്നു കയറി. ഇതൊന്നും തന്നെ തീരെ ബാധിക്കില്ല എന്ന പോലെ അവനും അവൾക്ക് പിന്നാലെ നടന്നു. നനഞ്ഞ കോഴിയെപ്പോലെ അകത്തേക്ക് കയറി വരുന്ന അച്ചുവിനെ കണ്ട് തുളസിയുടെ മുഖം ചുളിഞ്ഞു. ഇവൾക്കിത് എന്ത് പറ്റി? പോയ സന്തോഷമൊന്നും ആ മുഖത്ത് കാണുന്നില്ലല്ലോ. സാർ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റില്ല. മുഖം കണ്ടാലറിയാം എന്തോ സങ്കടം അവൾക്കുണ്ടായിട്ടുണ്ട്. തുളസിക്കും വല്ലാത്ത അസ്വസ്ഥത തോന്നി. അച്ചു, അവൾ അത്രയും തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്നവൾ ഓർത്തു. മനസ്സ് ചിന്തകൾക്ക് പുറകിൽ ഓടുന്നത് കൊണ്ട് തനിക്ക് പിന്നിൽ വരുന്നവനെ അവൾ കണ്ടില്ല. അറിയാതെ തിരിഞ്ഞു നടന്നവൾ ഡെറിയുടെ നെഞ്ചിൽ ചെന്ന് ഇടിച്ചു നിന്നു. തല മരവിച്ചു പോകും പോലെ അവൾക്ക് തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. കവിള് നീറി പുകയുന്നത് അവൾ അറിഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ, അതിലുപരി ഭീതിയോടെ അവൾ മുഖമുയർത്തി നോക്കി. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ തലയിൽ കയറി നിരങ്ങാൻ വരുന്നു. നിന്റെ ഉദ്ദേശമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. പാവം തോന്നി രക്ഷിച്ചു എന്ന് കരുതി എന്റെ ഭാര്യയെ ജീവിക്കാന്ന മോഹം വല്ല നിനക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം. പിന്നെ ഇനി മേലി എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത്. കിട്ടിയ അടിയേക്കാൾ അവന്റെ വാക്കുകൾ അവളെ പൊള്ളിച്ചു. പേടിയോടെ അവൾ തലയാട്ടി സമ്മതിച്ചു. കാശിയോടുള്ള ദേഷ്യം ഉള്ളിൽ കിടന്നതുകൂടി അവൾക്ക് നേരെ അവൻ തീർത്തു. അവൻ തിരികെ നടന്നതും അവൾ തറഞ്ഞു നിന്നുപോയി. ഈ ജന്മം ഒരു കുടുംബജീവിതം, അല്ലെങ്കിൽ തനിക്കെന്ന് പറയാൻ, തന്നെ ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ ഒരാളുണ്ടാകില്ലെന്നോർത്ത് അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. എന്നാൽ അവൾ അറിഞ്ഞിരുന്നില്ല, ഒരാളല്ല 2 പുരുഷന്മാർ തന്നെ അവരുടെ രാജകുമാരിയെ കൊണ്ടു നടക്കുന്ന ഒരു കാലം തനിക്കും ഉണ്ടാകുമെന്ന്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലി തുടർന്നു. പാത്രങ്ങളൊക്കെ കഴുകി ഫ്ലോർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾ കിതച്ചു പോയിരുന്നു. അവൾക്കുള്ളിൽ ഡെറിയുടെ വാക്കുകൾ നോവ് തീർത്ത് കുത്തി വലിച്ചു. താലി ചാർത്തിയില്ലെങ്കിലും ഒരു ഒപ്പിലൂടെ തനിക്ക് സ്വന്തമാണെന്ന് വിശ്വസിച്ചിരുന്നു. അവകാശങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും തന്റെ പാതിയാണെന്ന് തന്നെ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു പോയി. ഒരിക്കലും ഒരു ശല്യമായി ചെന്നിട്ടില്ല. തന്റെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം.
കേറി ചെല്ലാൻ ഒരു വീടില്ല, ബന്ധങ്ങളില്ല. ആർക്കും ഈ കറുമ്പി പെണ്ണിന് ആവശ്യവുമില്ല. പ്രസവിച്ച അമ്മയ്ക്ക് വേണ്ട, പിന്നെയാണോ മറ്റുള്ളവർക്ക്? സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് തനിക്കുമുണ്ട്. ആരും അതിനെ മനസ്സിലാക്കുന്നില്ല. രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കല്യാണമാണെന്നറിയാം, എങ്കിലും മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. അറിയാതെ ആ ശരീരത്തിൽ നിന്ന് മുട്ടിപ്പോയതിനാണ് തന്നെ തല്ലിയത്. അത്രയും വെറുപ്പാകും തന്നോട്. കവിളിൽ നീര് വച്ച് വീർത്തിട്ടുണ്ട്. അവിടെ ഒന്ന് തഴുകിക്കൊണ്ട് തുളസി അവിടെയുള്ള ഒരു കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് സ്വയം ഒന്ന് നോക്കി. ഇരുണ്ട അല്പം തടിച്ച തന്റെ രൂപത്തോട് അവൾക്ക് വെറുപ്പ് തോന്നി. പലരും കളിയാക്കി കുത്തി നോവിച്ചതൊക്കെ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അതോടെ സ്വയം അപകർഷത തോന്നി ആ പെണ്ണിന്. അതെ, തന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല. ഒരു പുരുഷനും തന്നെ ഭാര്യയായി സങ്കല്പിക്കില്ല. ഈ ജീവിതം എങ്ങനെയൊക്കെ ഒതുങ്ങാനാണ് തന്റെ വിധി. നിറഞ്ഞു തൂവുന്ന മിഴികൾ തുടച്ചു നീക്കാൻ പോലും മെനക്കെടാതെ നിർവികാരമായി അവൾ തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. അച്ചുവിന്റെ മനസ്സും ആകെ കലങ്ങിപ്പോയിരുന്നു. ഏലിക്കുട്ടി പറഞ്ഞതുപോലെ ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു കളയുമോ എന്നൊരു ഭയം അവളെ വീണ്ടും പൂർവാധികം ശക്തമായി തലപൊക്കി. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയതും വിതുമ്പി കരഞ്ഞുപോയി അവൾ. അവൻ പതിയെ അവളുടെ പിൻകഴുത്തിൽ മുഖം പൂഴ്ത്തി. തോളൊന്ന് വെട്ടിച്ചു അവൾ. അവന്റെ ചുംബനം അവളിലെ സങ്കടത്തെ അലിയിച്ചു കളയുന്നത് അവൾ അറിഞ്ഞു. എന്തിനാ നീ കരയുന്നത് എന്നൊരു ചോദ്യം അവനിൽ നിന്നും പ്രതീക്ഷിച്ചുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവൾക്ക് ചെറിയ ദേഷ്യം തോന്നിപ്പോയി. ഒന്ന് സമാധാനിപ്പിച്ചൂടെ? അല്ലാതെ പിടിച്ച് ഉമ്മ വയ്ക്കുവാണോ വേണ്ടത്? പരിഭവം തോന്നി അവൾക്ക്. തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ കുഞ്ഞു കവളെ കുത്തിപ്പിടിച്ച് ആ മുഖം തനിക്ക് നേരെ ഉയർത്തി അവൻ. വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞുപോയി. എന്ത് എന്ന ഭാവത്തോടെ അവൾ അവനെ നോക്കി. നീലമിഴികളിൽ തെളിയുന്ന കോപം അവൾ തിരിച്ചറിഞ്ഞുവെങ്കിലും അവനിൽ നിന്നും മുഖം വെട്ടി തിരിച്ചു. അവൻ കവളിലെ പിടി മുറുക്കിക്കൊണ്ട് അവളുടെ മുഖം തനിക്ക് നേരെ ഒരു നൂലിയുടെ വ്യത്യാസത്തിൽ പിടിച്ചടുപ്പിച്ചു. മൗനം മാത്രം. ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളുള്ള. എന്നാൽ ഇരുവരുടെയും മിഴികൾ പരസ്പരം സംവദിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരം അവർ ആ നിൽപ്പു നിന്നു. ചില ചോദ്യങ്ങൾക്കൊന്നും തന്നിൽ നിന്ന് ഉത്തരം കൊടുക്കില്ല എന്ന വാശിയിൽ അവനും ഉത്തരം അറിഞ്ഞേ തീരൂ എന്ന വ്യതയിൽ അവളും. വല്ലാത്ത മടുപ്പ് തോന്നിയാണ് കാശി വീട്ടിലേക്ക് വന്ന് കയറിയത്. ആളനക്കയില്ലാത്ത മൂകമായ വീട് അവനെ കൂടുതൽ മടുപ്പ് നിറച്ചു. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു, അതിലേറെ വെറുത്തു എന്ന് പറയുന്നതാവും ശരി. വീട്ടുമുറ്റത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന സ്കൂട്ടി കണ്ട് അവന് ദേഷ്യം അരിച്ചു കയറി. അത് കണ്ട് ദേഷ്യത്തോടെ വന്നവൻ മുറ്റത്ത് നിൽക്കുന്ന ജൂലിയെ കണ്ട് പല്ലി അടിച്ചു. നീ എന്താടി ഇവിടെ? മുറുകിയ സ്വരത്തിൽ അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി വെളുക്കനെ ഒന്ന് ഇളിച്ചു കൊടുത്തു. എന്റെ കാശിയേട്ടനെ കാണാൻ. നമുക്ക് പ്രണയിച്ച് ഈ നീലനിലാവിനെ സാക്ഷിയാക്കി സംഗമിക്കാം കാശിയേട്ടാ. കണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് അവൾ മുഖത്ത് വല്ലാത്ത ഭാവങ്ങൾ വിടർത്തി. നാടകീയമായി പറഞ്ഞതും കാശി മുറ്റത്തുനിന്ന് 2-3 കല്ല് പെറുക്കി അവളെ എറിഞ്ഞു. ആ അമ്മേ, അയ്യോ എറിയല്ലേ! ഒരെണ്ണം പോലും ഉന്നപ്പിഴയ്ക്കാതെ അവൾ കിട്ടുകൊണ്ടതും എങ്ങനെയൊക്കെയോ ഓടി സ്കൂട്ടിയിൽ കയറി 100-110 പറപ്പിച്ചു അവൾ. കലി തീരാതെ അവൾ പോയ വഴി കയ്യിലിരുന്ന അവസാനത്തെ കല്ലുമെടുത്ത് എറിഞ്ഞു അവൻ. മെന്റൽ! കലിയോടെ പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് കീയെടുത്ത് വീട് തുറന്നു. അപ്പച്ചി! മാധവ് പതിയെ വിളിച്ചതും ജയ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. നാളെ എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമോ മാധു? അവരുടെ സങ്കടം കണ്ട് അവൻ അവരുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. എന്തു വന്നാലും നാളെ നമ്മൾ അവളെ കണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞിയെ അപ്പച്ചിയുടെ കയ്യിൽ വെച്ച് തരും ഈ മധു. ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കാതെ വന്ന് വല്ലതും കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് ഉറക്കം വരില്ല. എന്റെ കുട്ടിയെ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? ഒന്ന് കണ്ടാൽ മതി. എനിക്ക് ഈ ജന്മം വേറെ ഒന്നും വേണ്ട. അവരുടെ ഉള്ളം വിങ്ങി. എന്നാൽ ഇതൊക്കെ കേട്ട് ആ വാതിലിന് പുറത്തു നിന്ന വാര്യർ തന്റെ നെഞ്ച് അസ്വസ്ഥതയോടെ ഒന്ന് ഒഴിഞ്ഞു. അപകടം വിളിച്ചു വരുത്തുവാണോ ദേവി? അയാളുടെ മനസ്സിൽ ആ സമയം ഭീതി നിറഞ്ഞുകൂടി. ശത്രുക്കൾ ഈ വിവരം അറിഞ്ഞാൽ ഉറപ്പായി ആ കുഞ്ഞിന്റെ ജീവൻ എടുക്കും. അയാൾക്കത് ഉറപ്പായിരുന്നു. എന്നാൽ അയാൾ അറിഞ്ഞില്ല, ദൈവമല്ല, ചെകുത്താനാണ് അവൾക്ക് കാവലെന്ന്. ഒരു ചെകുത്താന്റെ മാത്രം സ്വന്തമാണ് അവളെന്ന്. ഓരോ നിമിഷവും ഉരുകിത്തീർന്ന ആ അമ്മമനം ഓർത്ത് വാര്യർക്ക് ഹൃദയം വിങ്ങി. ഒരിക്കലും ആ കുട്ടിയെ മാധവ് കണ്ടെത്തുമെന്ന് അയാളും കരുതിയില്ല. ജയയുടെ ഭർത്താവ് ശിവന്റെ സഹോദരിയെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അയാളുടെ ഉള്ളം വിറച്ചു. സ്വത്തുക്കൾക്ക് വേണ്ടി ആരെയും കൊന്നുതള്ളാൻ പോലും മടിയില്ലാത്തവളാണവർ. നിയമത്തിന് മുൻപിൽ ജയ ശിവന്റെ ഭാര്യയല്ല. താലി ചാർത്തി സ്വന്തമാക്കി തന്നോട് ചേർത്തപ്പോൾ നിയമത്തിന് മുമ്പിൽ രജിസ്റ്റർ ചെയ്യാൻ തോന്നിയില്ല. എന്നാൽ ഭാര്യ എന്ന സ്ഥാനമല്ലേ നിഷേധിക്കാൻ സാധിക്കൂ? സ്വന്തം രക്തത്തിൽ ജനിച്ച മകൾ. ആ ബന്ധം ആർക്കും മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ ആ പിഞ്ചു കുഞ്ഞിനെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടിയത്. അതിന്റെ ജീവനെ കരുതി ഉപേക്ഷിച്ച് കളയാൻ മാത്രമേ അന്ന് തനിക്ക് കഴിഞ്ഞുള്ളൂ. ജയക്ക് ഇന്നും സത്യം അറിയില്ല. തനിക്കും ഇതിൽ പങ്കുണ്ടെന്നറിഞ്ഞ പൊറുക്കില്ല ജയ തന്നോട്. ഇപ്പോ ആ കുഞ്ഞിനെ തേടിപ്പിടിച്ച് അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് മാധവ്. അവനെ പറഞ്ഞു തരുത്താൻ തനിക്കാവില്ല. കുഞ്ഞുനാൾ മുതൽ ജയ അവനെ കുത്തി നിറച്ച അവന്റെ പ്രണയമാണ് ആ പെണ്ണെന്നാണ് അയാളുടെ വിശ്വാസം. അവളെ
കണ്ടെത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് അവൻ ഒരു പോലീസ് ഓഫീസർ ആയത്. ഒടുവിൽ അവൻ തന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. ഇതിനെല്ലാം എന്താണ് ഒരു പരിഹാരം? അറിയില്ല ഭഗവാനെ, നീയേ തുണ. അയാൾ കലങ്ങിയ മനസ്സോടെ ഭഗവാനെ മനസ്സിൽ കരുതി. ഒരു കട്ടൻ ചായ ഇട്ട് ഹാളിലെ സോഫയിൽ അതുമായി വന്നിരുന്നു കാശി. അവന് തല നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഒരു തുണയ്ക്കോ കരുതലിനോ ആരുമില്ലാത്ത ആ വീടിനോട് അവന് ദേഷ്യം തോന്നി. ഭിത്തിയിൽ മാലയിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ചിത്രങ്ങളിലേക്ക് ഒരു കൊച്ചു കുഞ്ഞിന്റെ പരിഭവത്തോടെ അവൻ നോക്കി. എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോകാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു? ഹൃദയം വിങ്ങിയ നോവോടെ അവൻ പുലമ്പി. ആ ഗൗരവത്തിന്റെ മുഖംമൂടിക്കുള്ളിൽ സ്നേഹവും പരിഗണനയും കൊതിക്കുന്നൊരു കുഞ്ഞു മനസ്സ് അവനും ഉണ്ടായിരുന്നു. കണ്ണുകൾ അടച്ചവന്റെ മനസ്സിലേക്ക് തുളസിയുടെ മുഖം തെളിഞ്ഞു വന്നതും അവന്റെ ഹൃദയം ഒന്ന് ആഞ്ഞടിച്ചു നിന്നു. അവളോട് എന്ത് ഫീലാണെന്ന് അവന് തന്നെ അറിയില്ല. എന്നാൽ മറ്റൊരുവന്റെ മുഖം കൂടി മനസ്സിലേക്ക് വന്നതും അവൻ സ്വന്തം തലയൊന്ന് കുടഞ്ഞുപോയി. ഇച്ചായ. അവളുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വിളി കേട്ടതും രവി പുരികം വളച്ച് അത്രയും ഗൗരവത്തോടെ അവളെ നോക്കി. അച്ചു, ഇത് ഏതാ പുതിയ അവതാരം എന്ന പോലെ അവൻ അരികെ നിൽക്കുന്ന പെണ്ണിനെ കണ്ണുകൾ കുറുക്കി നോക്കുന്നുണ്ട്. ഹു ആർ യു? എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ അങ്ങനെ വിളിച്ചത്? ശാന്തമെങ്കിലും ആ വാക്കുകളെ ഒളിഞ്ഞിരിക്കുന്ന വന്യത അച്ചുവിനെ പോലും വിറപ്പിച്ചു. ഞാൻ ലിയ ആകെ വല്ലാതെ. ജൂലിയയ്ക്ക് സോറി, ലിയ പുലിക്കാട്ടി വഴിതെറ്റി വന്നതാണോ? ഇത് ആണും പെണ്ണും കേട്ട നികൃഷ്ട ജീവിയേക്കാൾ താരം താഴ്ന്ന ഡേവിഡ് പാലമറ്റം താമസിക്കുന്ന ഇടമാണ്. അവന്റെ വാക്കുകളിലെ പുച്ഛം അവൾക്ക് വേഗം തന്നെ മനസ്സിലായി. ഇച്ചയ പ്ലീസ്, ഡെറി, അയാൾ ഇങ്ങനെ ഒരു ചതി. നിർത്തടി ചൂലെ. സ്വന്തം കൂടപ്പിറപ്പിനെ തള്ളിപ്പറഞ്ഞ് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവൾ നിന്ന് പ്രസംഗിക്കുന്നു. ഒരാളുടെ ഐഡന്റിറ്റിയാണ് നീയൊക്കെ സ്നേഹിക്കുന്നത്, അല്ലാതെ അയാളുടെ മനസ്സിനെയോ ആ വ്യക്തിയോ അല്ല. ഇച്ചായ, എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന പൂർണ്ണ ബോധം എനിക്കുണ്ട്. ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന മറ്റൊരു പുരുഷനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പ്രകൃതിക്ക് പോലും വിരുദ്ധമാണത്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ എനിക്ക് അറപ്പ് തോന്നുന്നു. ഇതിലെവിടെയാണ് എന്റെ തെറ്റ്? ഡെവിച്ചായ അങ്ങനെയാണെന്ന് പറഞ്ഞ് പറ്റിച്ചു ഡെറി. ആ ദുഷ്ടൻ ഇത്രയും കാലം നല്ല പിള്ള ചമഞ്ഞ് നടന്നില്ലേ? പറഞ്ഞത് മാത്രമേ ലിയയ്ക്ക് ഓർമ്മയുണ്ടായുള്ളൂ. കിട്ടിയ അടിയെ തല പെരുത്തവൾ നിലത്തേക്ക് ഇരുന്നു പോയി. ഗെറ്റ് ഔട്ട് ബ്ലഡി. ദേഷ്യം കൊണ്ട് രാക്ഷസനെ പോലെ നിന്ന് വിറയ്ക്കുന്നവനെ കണ്ട് അച്ചു ഭയന്ന് വിറച്ചു. ലിയോയുടെ കണ്ണെല്ലാം നിറഞ്ഞു. ഇതെല്ലാം കണ്ടും കേട്ടും വാതിലിൽ നിന്ന ഡെറി മരവിച്ചു പോയി. കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ അച്ചു അവർക്ക് പിന്നിലായി തുളസിയും ഭയന്നു നിന്നു. സ്വന്തം പെങ്ങൾ തന്നെ പറഞ്ഞതൊക്കെ കേട്ടുനിന്ന ഡെറിയുടെ മനസ്സിന്റെ നോവ് ഡെവിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ആ സമയം ഉള്ളിലൊരു വാശി തോന്നി ഡെവിക്ക്. അവൻ ലിയയുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേപ്പിച്ചു. അവൾ വിറയലോടെ അവനെ നോക്കി. നീ ആദ്യം എന്നെ ആക്ഷേപിച്ചു. ദേ, ആ നിൽക്കുന്നവളാണ് എന്റെ ഭാര്യ ആതിര. ഇപ്പൊ നീ ഡെറിയെ ആക്ഷേപിച്ചു. എന്തിന്റെ പേര്? അവനൊരു സ്വവർഗാനുരാഗിയാണെന്ന പേര്. നീ ഇല്ലാതെ ആക്കിയത് അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയാണ്. എടി, നിന്നെയൊക്കെ പടച്ചതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചതാണ് അവനെ. അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അതില്ലാതെയാക്കാൻ നിനക്കൊക്കെ എന്താ അർഹത? അവന്റെ വാക്കുകളൊന്നും ലിയെ തെല്ലുവേശിയില്ല. പിന്നെ നീ ഇത്രയൊക്കെ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയതല്ലേ? അതുകൊണ്ട് ഇതുകൂടി കേട്ടോ. ദേ, ഇവൾ തുളസി എന്റെ സഹോദരൻ ഡെറിയുടെ ഭാര്യ. ആ വാക്കുകൾ ലിയെ മാത്രമല്ല തുളസിയെ ഡെറിയെ ഒരുപോലെ ഉലച്ചു കളഞ്ഞു. അച്ചു വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ തുളസിയെ തുറച്ചു നോക്കി. ഇനി മേലെ നീ പഴയ ബന്ധവും പറഞ്ഞ് ഞങ്ങളുടെ പിന്നാലെ വന്ന ഐ വിൽ കിൽ യു. ഓർത്തു വെച്ചോ, ഇത് പറയുന്നത് ഡേവിഡാണ്. പകമുറ്റി അവന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാനാകാതെ ലിയ അവനെ നോക്കി. തന്നെ അത്രയും ജീവനായി കരുതി കൊണ്ടു നടന്ന ഇച്ഛായന്മാരിൽ ഒരാളാണ് ഇന്ന് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി. ഡെറി തുളസിയെ നിർവികാരമായി നോക്കി. ഈ വാർത്ത വൈകാതെ പുലിക്കാട്ടിലുള്ളവർ അറിയും. അടുത്ത ഭൂകമ്പം ഉടൻ വരും എന്നവൻ ഓർത്തു. തിരക്കേറിയ റോഡിലൂടെ രാത്രി സ്കൂട്ടിയിൽ പായുമ്പോൾ ലിയയ്ക്കുള്ളിൽ വല്ലാത്ത അമർഷം നിറഞ്ഞു. തന്റെ സഹോദരന്മാരെ കുറിച്ച് അത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞ് തന്നെ വിശ്വസിപ്പിച്ച തങ്ങളെ പരസ്പരം അകറ്റിയ ആ ദിനങ്ങളെ തന്നെ അവൾ വെറുത്തു. എന്തിനു വേണ്ടി അങ്ങനെ ഒരു നാണംകെട്ട നുണ അവർ പറഞ്ഞു എന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. അപ്പോഴും തന്റെ സഹോദരന്റെ ഭാര്യയെ തുളസി എന്ന പെണ്ണിനെ അംഗീകരിക്കാൻ അവൾക്കായില്ല. കറുത്ത നിറവും അല്പം തടിച്ച ശരീരവും അവളിൽ ഇഷ്ടക്കേട് വരുത്തി. ഇതേ സമയം തന്റെ ബെഡ്റൂമിൽ നിൽക്കുന്നവളെ ദഹിപ്പിച്ചൊന്ന് നോക്കിയിടറി. അവന്റെ നോട്ടം കണ്ട് തുളസിക്ക് സത്യത്തിൽ കരച്ചു വന്നു. കൊച്ചെ, നിന്നെ ഞാൻ സഹായിച്ചു. പക്ഷെ അത് എനിക്കൊരു പാരയാകുമെന്ന് ഞാൻ കരുതിയില്ല. നാളെ എല്ലാവരും വരും. ഇവിടെ ഇനിയൊരു ജോലിക്കാരിയായി കഴിയാൻ നിനക്ക് സാധിക്കില്ല. എന്റെ ഭാര്യയായി ഈ ബെഡ്റൂമിൽ കഴിയേണ്ടി വരും. അസഹിഷ്ണുതയോടെ അവൻ പറഞ്ഞു. ഞാൻ അറിയാതെ. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഉള്ളു നീറി പുകയുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ എത്രയൊക്കെ മറച്ചു പിടിച്ചാലും ഭർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും അവൾക്ക് അവനോടുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ പുകല് നടന്നാലും എന്നെ താങ്ങാൻ വന്നേക്കരുത്. എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ അതാകും ഏറ്റവും നല്ലത്. അവന്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ പൊള്ളിച്ചു. പോകാനോ? എങ്ങോട്ട്? അതിന് തനിക്ക് പോകാൻ ഒരിടം ഉണ്ടോ? സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ
ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും താനൊരു ഭാരമാണ്. എന്നെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ലേ? ഉള്ളം വിങ്ങിയ നോവിൽ അറിയാതെ നാവ് പിഴച്ചു പോയ സമയം ഞെട്ടലോടെ അവൾ മുഖമുയർത്തി. ഡെറി അവളെ നോക്കി പല്ല് കടിച്ചു. ദേ പെണ്ണെ, ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലോട്ടല്ലോ. നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞില്ലേ നമുക്കിടയിൽ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം ഉണ്ടാകില്ല എന്ന്. ഉത്തരം മുട്ടിയ പോലെ അവൾ വിങ്ങിക്കരഞ്ഞു. ഡെറിക്കെന്തോ ആ നിമിഷം അവളോട് അല്പ സഹതാപം തോന്നി.